ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷാനു സമദ് വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾക്കിവിടെ സുഖമാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ? ഇവിടെ നന്നായിട്ട് തകർത്ത് പെയ്യുന്നുണ്ട്. സാധാരണ സ്കൂളുകൾക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് വെയിലാണ് പതിവ്. ഇതെന്താണെന്നറിയില്ല, ഇന്നിപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് തിരക്കൊന്നുമില്ലായേ. ഞങ്ങൾ പതുക്കെ എഴുന്നേറ്റ് രാവിലെ ഇത് ചായ വയ്ക്കുവാണ്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ചക്കി രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. കിച്ചുമോനും ഇന്ന് എഴുന്നേറ്റിട്ടുണ്ട്. നല്ല മഴയല്ലേ, അതുകൊണ്ട് നല്ല ചൂടോടുകൂടി രാവിലെ തന്നെ ചായ കുടിച്ചേക്കാം. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ഇന്നെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ, നിങ്ങളെന്താ കഴിച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോടിപ്പോൾ ഒത്തിരി കൂട്ടുകാർ പറയുന്നുണ്ട് എൻ്റെ വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ദിവസം വ്ളോഗ് കണ്ടില്ലെങ്കിൽ എന്തോ മിസ് ചെയ്യുന്ന പോലെയാണെന്നൊക്കെ. ഒത്തിരി നന്ദി കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നതിലും. അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുക. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ഇഷ്ടമായോണ്ടല്ലേ അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞ് എനിക്ക് ജാടയൊന്നുമില്ല, ഞാൻ പാവമാണെന്ന് എൻ്റെ വ്ളോഗ് കാണുമ്പോഴേ അറിയാമെന്ന്. അല്ലെങ്കിലും എന്തിനാ ജാട, നമ്മളെല്ലാവരും ഒരുപോലെയല്ലേ, അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ കാണണം. പിന്നെ ഒന്ന് രണ്ട് മോശം കമൻറ്റ് കണ്ട്, ഞാൻ ഒരുപാട് പുട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പ് ഇട്ടാന്നൊക്കെ. ഞാൻ ഒരു മേക്കപ്പും ഇടാറില്ല. അതുപോലെ ഞാനൊരു മേക്കപ്പ് സാധനങ്ങളുടെയും റിവ്യൂ നിങ്ങളെ കാണിക്കാറുമില്ല. നമ്മൾ നാച്ചുറലായിട്ട് എന്താണോ അതായിരിക്കണമെന്നൊരു നിർബന്ധമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ വല്ലപ്പോഴും നല്ല കൂടുതലും ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ചുണ്ടിലൊന്ന് ലിപ് ബാം ഇടാറുണ്ട്. അല്ലാതെ ഒരു മേക്കപ്പും ചെയ്യാറില്ല. ഒരു കണ്ണ് പോലും ഞാൻ എഴുതാറില്ല. പിന്നെ എപ്പോഴും നമ്മൾ സാധാ പോലെ തന്നെ മുടി ചീകി കെട്ടും, പിന്നെ നല്ല ഡ്രസ്സ് ഇടും. പിന്നെ ഓർണമെൻറ്റ്സ്, എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കുപ്പിവള ഇടുന്ന ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലുമൊക്കെ ഞാൻ കൈ നിറച്ച് കുപ്പിവള ഇടും. ആ ശീലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കമ്മൽ ഞാൻ ഡ്രസ്സിന് ചേരുന്നത് വീട്ടിൽ നിന്നാലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ ഇടുന്ന പതിവുണ്ട്. അല്ലാതെ എനിക്ക് ഒരു മേക്കപ്പും ഇല്ലാത്ത ഒരാളാണ്. നിങ്ങൾ എന്നെ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഇതുപോലെ തന്നെയായിരിക്കും. വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും പുറത്തും. പ്രത്യേകിച്ച് ഒരു മേക്കപ്പും ഒരു സാധനങ്ങളും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ രാവിലെ ഞങ്ങളുടെ ചക്കിക്ക് ക്ലാസ് ഇല്ലെങ്കിലും ചക്കി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങുക. അങ്ങനെ ചക്കിയുടെ കുളിച്ചൊരുങ്ങി സുന്ദരനാവുകയാണ്. അതുപോലെ കിച്ചുമോനെ അങ്ങനെ ആർക്കും തിരിച്ചറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കിച്ചുമോനെ ഇട്ടതിന് ശേഷം കിച്ചുമോൻ എന്നോട് വന്ന് പറയുന്നു ഇപ്പം എല്ലാവരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി, കിച്ചുമോൻ അല്ലേന്ന് ചോദിക്കുമെന്ന്. ഇന്ന് രാവിലെ വെള്ളയപ്പവും ഇന്നലത്തെ ചിക്കൻ കറിയുമായിരുന്നു. പിന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ക്ലാസ് ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മസാല പുരട്ടിയെ അത് വറുത്ത് രാവിലെ അപ്പത്തിൻ്റെ കൂടെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു 2-3 ദിവസം മുമ്പ് വരെ ചിക്കനിക്ക് എന്ത് വിലയായിരുന്നല്ലേ, 187 രൂപ വരെയൊക്കെ വന്ന്. ഇപ്പം ചിക്കൻ്റെ വില കുറഞ്ഞു കേട്ടോ, ഇന്ന് 123 രൂപയേ ഉള്ളേ. ചിക്കനിക്ക് വേണ്ടി രാവിലെ ചിക്കൻ കടയിലേക്ക് വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇന്ന് 23 രൂപയാണ് റേറ്റ് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു 2 എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിച്ചുമോൻ ചായ കുടിച്ചിട്ട് അവനെ പറഞ്ഞിട്ട് എടുപ്പിക്കാൻ വേണ്ടിയാ. എന്താണെന്നറിയത്തില്ല, എന്നും ചിക്കൻ്റെ വിലയും ഞാൻ അന്വേഷിക്കും, അതുപോലെ തന്നെ സ്വർണ്ണവിലയും നോക്കുവേ. എന്നെപ്പോലെ ഇത് രണ്ടും ഇങ്ങനെ നോക്കുന്ന വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വാങ്ങിക്കാനൊന്നും അല്ലെങ്കിലും എന്നും സ്വർണ്ണവില ഒന്ന് അറിയണം, അതൊരു സമാധാനമാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ അവൻ പോയി ചിക്കൻ എടുത്തുകൊണ്ട് തന്നെ. പിന്നെ ചിക്കനൊക്കെ കഴുകി ഞാൻ 3 ബോക്സിലാക്കി എടുത്ത് ഫ്രീസറിലേക്ക് വെക്കും. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.